ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈപ്രോ. നമ്മുടെ മൈക്രോബയോളജിസ്റ്റിൻ്റെ സിലബസ് വന്നിരിക്കുകയാണ്. ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു സിലബസ്സാണ് വന്നത്. എന്നാലും നന്നായിട്ട് പഠിക്കുക. ഇത് സിലബസ് പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്ട്രാ ഉള്ള കാര്യങ്ങളും കൂടി പഠിക്കുക. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒന്നും സിലബസിലില്ല. ഇപ്പോൾ വൈറസ് അതൊന്നും വന്നിട്ടില്ല, പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. സ്റ്റെറിലൈസേഷൻ ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളൂ, അതെല്ലാം പക്ഷേ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി എക്സ്ട്രാ പഠിക്കാൻ പറ്റുന്നതും കൂടി പഠിക്കുക. ആദ്യം സിലബസിലുള്ളത് പഠിക്കുക, അത് കഴിഞ്ഞ് എക്സ്ട്രാ ഉള്ളത് പഠിക്കുക. സൈപ്രോ മൈക്രോബയോളജിസ്റ്റിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത് തന്നെ ഓൾമോസ്റ്റ് ഒരു 85% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്ലാസ്സസും കൂടിയുള്ളൂ. അതിപ്പോൾ വരുന്ന വീക്കുകളിൽ അതിൻ്റെ ക്ലാസ്സസും കൂടി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, വേഗം പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സിലബസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് മൈക്രോബയോളജിയിലെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നോക്കാം. ഓക്കെ, അപ്പോൾ സിലബസ് ആദ്യം ചെക്ക് ചെയ്യാം. മോഡ്യൂൾ 1 കുറച്ച് സിമ്പിളായിട്ടുള്ള സിലബസാണ് നമുക്ക് വന്നേക്കുന്നത്. എന്നാലും ചിലപ്പോൾ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക മൈക്രോബയോളജി. അപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, കോൺട്രിബ്യൂഷൻസൊക്കെ കേട്ടോ. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ യൂക്യാരിയോട്സ് ആൻഡ് പ്രോക്യാരിയോട്സ്, ഡൈവേഴ്സിറ്റി ഓഫ് മൈക്രോബിയൽ വേൾഡ്, ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്, ക്ലാസിഫിക്കേഷൻ, ബർഗീസ് മാനുവൽ, പിന്നെ ബയോകെമിക്കൽ ആൻഡ് മോളിക്കുലാർ ഐഡൻറ്റിഫിക്കേഷൻ, അതും എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ആർക്കി ബാക്ടീരിയ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾസ്, അൾട്രാസ്ട്രക്ചർ ഓഫ് ബാക്ടീരിയൽ സെൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻക്ലൂഷൻ ബോഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റിബയോട്ടിക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ സെറ്റിങ്സിലുള്ള പുതിയ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സൊക്കെ പഠിക്കുക. ഓക്കെ, പിന്നെ കൾച്ചർ മെത്തേഡ്സ്, സ്റ്റെയിനിങ്, മൈക്രോസ്കോപ്പി. ഇതിൽ മൈക്രോസ്കോപ്പി ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റെയിനിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. കൾച്ചർ മീഡിയയിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, സ്റ്റെയിനിങ് ഉണ്ടാവും. സ്റ്റെയിനിങ് നമുക്ക് പല രീതിയിലുണ്ട്, എല്ലാം പഠിക്കുക. ഏതാ വരണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ഈ മൈക്രോസ്കോപ്പ് എന്നുള്ള ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് ബാക്ടീരിയൽ ഫിസിയോളജി ആൻഡ് മെറ്റബോളിസം. ഇതിൽ ന്യൂട്രീഷൻ ആൻഡ് ന്യൂട്രീഷണൽ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കണ്ടീഷൻസ് ഇൻഫ്ലുവൻസിങ് ബാക്ടീരിയൽ ഗ്രോത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്ടീരിയൽ ഗ്രോത്ത്, അതിൽ നിന്ന് പ്രോബ്ലംസ് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ എന്യൂമറേഷൻ ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ എക്സ്ട്രീം എൻവയോൺമെൻറ്റിൽ കാണപ്പെടുന്ന മൈക്രോബ്സ് ഏതൊക്കെയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ കുറച്ച് ബയോകെമിസ്ട്രി ഒക്കെ വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചോളണം കേട്ടോ. എൻസൈംസിന് ചിലപ്പോൾ പ്രോബ്ലംസ് വരാം. പിന്നെ ബാക്ടീരിയൽ മെറ്റബോളിസം, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. പിന്നെ ഇമ്മ്യൂണോളജി 10 മാർക്ക്, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ, പഠിക്കാനും എളുപ്പമാണ്. ഇൻഫെക്ഷൻ, പല രീതിയിലുള്ള ഇൻഫെക്ഷൻ, ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി, സെൽസ് ആൻഡ് ഓർഗൻസ് ഇൻവോൾവ് ഇൻ ഇമ്മ്യൂൺ റെസ്പോൺസ്, അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏരിയയാണ്. ആൻറ്റിജൻസ്, ഇത് ഫുള്ള് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ, കോംപ്ലിമെൻറ്റ്, MHC, ഓക്കെ, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എലൈസ, റിയ, വെസ്റ്റേൺ പ്ലോട്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ഇമ്മ്യൂണോളജി, അതിൽ വരുന്ന ആളുകൾ, അങ്ങനെ ഇമ്മ്യൂണോളജി നമുക്ക് വിടാനൊന്നുമില്ല. മൊത്തത്തിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇമ്മ്യൂണോളജി കേട്ടോ. പിന്നെ മൈക്രോബിയൽ ജെനറ്റിക്സ്, അതിലെപ്പോഴും നമുക്ക് പ്ലാസ്മിഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ തന്നെ നമ്മുടെ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷനൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട് ബയോടെക്നോളജിയിലുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രോക്യാരിയോട്സിൻ്റെ നിങ്ങൾ പഠിക്കുക, അതിനോട് ഒപ്പം തന്നെ യൂക്യാരിയോട്സിൻ്റെയും കൂടി പഠിക്കുക. ഓക്കെ, ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷനൊക്കെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നുകൂടാ എന്നില്ല. അപ്പോൾ പ്രോക്യാരിയോട്സിൻ്റെ ആദ്യം പഠിക്കുക, അത് കഴിഞ്ഞ് യൂക്യാരിയോട്സിൻ്റെ പഠിക്കുക. നിങ്ങൾക്ക് ടൈമുള്ള കൂട്ട് കേട്ടോ.
അതൊന്നും വിടരുത്. നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നന്നായിട്ട് പഠിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്തൊക്കെയാണ്? ഇവിടെ ലാക് ഓപ്രോണൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രൽ ഡോഗ്മ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ കോൺജുഗേഷനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ റിപ്പയർ മെക്കാനിസംസ് അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ മെറ്റാജീനോം മൈക്രോബയോം എന്നൊക്കെ ഈ സൈഡിൽ കിടക്കുന്ന ആൾക്കാർ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. പിന്നെ സെൻട്രിഫ്യൂഗേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോഫോറസിസിൽ കുറേ ആളുകൾ വരുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ നേരിട്ടുള്ള ക്വസ്റ്റ്യനല്ല വരുന്നത്, ഏതെങ്കിലുമൊക്കെ തന്നിട്ട് അത് ഏതിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അതുപോലെ തന്നെ നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയൊക്കെ ഓക്കെ. പിന്നെ മോളിക്കുലാർ ടെക്നിക്സ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയിൽ ഫെർമെൻറ്റേഷൻ, അതുപോലെ തന്നെ നമുക്കതിലെ സ്ക്രീനിങ് മെത്തേഡ്സ്, പല രീതിയിലുള്ള ഫെർമെൻറ്റർ. പിന്നെ നമുക്ക് ഓരോരോ ഈ ഏരിയ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ആരെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട്. അതൊക്കെ ഏത് ബാക്ടീരിയ ആണ്, ഏത് ഫംഗസ് ആണ്, ആരൊക്കെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യണത് എന്നുള്ളതൊക്കെ പഠിക്കണം. ഓക്കെ, ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഫുഡ് മൈക്രോബയോളജി അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും നിങ്ങൾ, എന്നാലും നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ചിലപ്പോൾ ഡീപ്പായിട്ട് പോകും. ഫുഡ് മൈക്രോബയോളജി ചെറിയൊരു ഏരിയ ആണെങ്കിലും ഡീപ്പായിട്ടും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കതിൽ പ്രിൻസിപ്പിൾ ഓഫ് ഫുഡ് പ്രിസർവേഷൻ അതൊക്കെ എളുപ്പമുള്ള ഏരിയകളല്ലേ, അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ്, പിന്നെ സ്പോയിലേജ് ഓഫ് എല്ലാത്തിൻ്റെയും വരുന്നുണ്ട് സ്പോയിലേജ് ഓക്കെ. പിന്നെ മൈക്രോബിയൽ എക്സാമിനേഷൻ ഓഫ് ഫുഡ് ആൻഡ് മിൽക്ക്, അതിലുള്ള ടെസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ഫെർമെൻറ്റഡ് ഫുഡും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൈക്കോടോക്സിൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊക്കെ പഠിക്കാം. നമ്മൾ ചില ഏരിയ സിലബസിൽ കാണില്ല, പക്ഷേ ക്വസ്റ്റ്യൻ വരും, അത് വന്നുകൂടാ എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം സിലബസിലുള്ളതൊക്കെ പഠിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെയും കൂടി ഒന്ന് പഠിച്ചെടുക്കുന്നത് നല്ലതാണ്. പിന്നെ മെഡിക്കൽ മൈക്രോബയോളജി നമ്മൾ ഓരോ ഓർഗാനിസത്തിനെ എടുത്ത് ആരൊക്കെയാണ് അല്ലെ അസുഖം ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ ചെറിയ കാര്യങ്ങൾ, അതെല്ലാം പഠിക്കുക. ഓക്കെ, അവരുടെ ബയോകെമിക്കൽ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണ്, അപ്പോൾ അത് സ്റ്റെഫൈലോകോക്കി, സ്ട്രെപ്റ്റോകോക്കി, ന്യൂമോകോക്കസ്, നിസീരിയ, കൊർണിയ ബാക്ടീരിയം, അങ്ങനെ കുറേ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ വാട്ടർ ബോൺ ഉണ്ട്, പല ഉണ്ടല്ലോ, എയർ ബോൺ ആളുകളുണ്ട്, ആർത്രോപോഡ് ബോണായിട്ടുള്ളതൊക്കെ പല ബാക്ടീരിയയും വൈറസും കാര്യങ്ങളും. വൈറസ് സിലബസിൽ കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ പഠിക്കാതെ വിടരുത്, അത് പഠിച്ചോളണം കേട്ടോ. വൈറസ് എന്ന് ക്വസ്റ്റ്യൻ വരും എപ്പോഴും. പിന്നെ വാക്സിൻസ് ഓക്കെ, വാക്സിൻ എഗെയിൻസ്റ്റ് പാത്തോജനിക് ബാക്ടീരിയ ആണെങ്കിലും എല്ലാം പഠിക്കണം വാക്സിൻ പഠിക്കുമ്പോൾ. പിന്നെ മൈക്രോബയോളജി ഓഫ് വാട്ടർ ആൻഡ് സോയിൽ അല്ലെ, എയർ വാട്ടർ ആൻഡ് സോയിൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്. എയറും എയർ സാമ്പിളിങ്ങും വാട്ടർ പൊല്യൂഷൻ, ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ, ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ്, പ്യൂരിഫിക്കേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, BOD COD ചിലപ്പോൾ അതിൽ നിന്ന് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഓരോരോ സൈക്കിൾസ്, ഇൻട്രാക്ഷൻ വിത്ത് പ്ലാന്റ്സ്, എൻഡോഫൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ബയോ ഫെർട്ടിലൈസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ കമ്പോസ്റ്റിംഗ്, ബയോഗ്യാസ്, ബയോ റെമിഡിയേഷൻ, ബയോലീച്ചിങ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൊടുത്തേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ഇതല്ലാതെയും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സിലബസ് പഠിക്കുക, അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക കേട്ടോ.